ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ത്യ ഇന്ന് നമ്മളുടെ വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യാനുള്ള ഒരു വിഷനുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത്, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പല രാജ്യങ്ങളുമായിട്ടും നമ്മൾ ഇൻഡിവിജ്വലായിട്ടും, അതായത് ബയലാറ്ററലായിട്ടും, അതുപോലെ തന്നെ ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ പോലുള്ള ഒരു ബ്ലോക്ക് ഓഫ് നേഷൻസ്, അതൊരു മൾട്ടി നാഷണൽ ഗ്രൂപ്പാണല്ലോ. അപ്പൊ ആയിട്ട് നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡിൽ നമ്മൾ ധാരണയിലായിട്ടുണ്ട്. അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഡീൽ ഏകദേശമൊക്കെ അതിന്റെ പരിസമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലൻഡുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് സൈൻ ചെയ്തു. ഒമാനുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് സൈൻ ചെയ്തു. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ആയിട്ട് കോംപ്രഹെൻസീവ് ഇക്കണോമിക് പ്രോഗ്രാം അല്ലെങ്കിൽ ഇക്കണോമിക് പ്ലാൻ എന്ന് പറഞ്ഞൊരു നമ്മളെ ട്രേഡ് ട്രീറ്റി അല്ലെങ്കിൽ ഒരു വ്യാപാര കരാറിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ വ്യാപാര കരാറിൽ ഏർപ്പെടുകയും അല്ലെങ്കിൽ വ്യാപാര കരാറിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ നമ്മൾ ഏർപ്പെടാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് പാകിസ്ഥാൻ സൗദിയുമായിട്ട് അവരുടെ ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില വ്യാപാര മേഖലയിലല്ല, തന്ത്രപരമായിട്ടുള്ള സൈനിക പ്രതിരോധ മേഖലയിൽ അവർ സൗദിയുമായിട്ട് കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തുന്ന രീതിയിലൊരു മ്യൂച്വൽ സ്ട്രാറ്റജിക് എന്താണ് പറയുന്നത്, പരസ്പര ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു പ്രതിരോധ കരാറിൽ അവർ ഏർപ്പെട്ടിരുന്നു. അപ്പം പാകിസ്ഥാൻ സൗദിയായിട്ടും ആയിട്ടും നല്ല ബന്ധമാണെങ്കിൽ തന്നെയും അൾട്ടിമേറ്റ്ലി പാകിസ്ഥാൻ റിയാദിനോടൊപ്പം നിൽക്കാനുള്ള, അല്ലെങ്കിൽ റിയാദിനോടാണ് അല്ലെങ്കിൽ സൗദിയോടാണ് ഏറ്റവും കൂടുതൽ എന്താണ് പറയുന്നത്, അനുകൂലമായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ യമനിലെ എല്ലാം ഇപ്പം ഈ യമനിലെ വിഷയങ്ങളും അതുപോലെ തന്നെ സുഡാൻ, സൊമാലിയ ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഇസ്രായേൽ, ഒരു സ്ഥലത്തും സൗദി, അതുപോലെ ടർക്കി ഒക്കെ മറുഭാഗത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ, അവിടുത്തെ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ആം, ഈസ്റ്റ് ആഫ്രിക്കയിലെ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയും, അവിടുത്തെ ഈ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് അതിന്റെ ഒരു തുടക്കത്തിന്റെ ഒരു ബിഗിനിങ് ഓഫ് ദി എൻഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതൊരു ബിഗിനിങ് സ്റ്റേജിലായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ കൂടുതൽ സൗദി ക്യാമ്പിൽ ആകാൻ, അല്ലെങ്കിൽ സൗദി ക്യാമ്പിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്താനുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്ത്യക്ക് അത് പലതരത്തിലുള്ള, നേരിട്ട് നമുക്ക് അത് ഒരു പ്രശ്നം ഇല്ല എന്ന് തോന്നുമെങ്കിൽ തന്നെയും പാകിസ്ഥാന് മിഡിൽ ഈസ്റ്റിലെ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക് എന്ന് നമ്മൾ പറയുന്ന, ഇപ്പൊ പ്രതിരോധ മേഖലയാകുമ്പോൾ അത് കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവർക്കൊരു ഫുട് ഹോൾഡ് കിട്ടുന്നതിന് തുല്യമായിട്ടാണ് അത് നമുക്ക്. അപ്പൊ സ്ട്രാറ്റജിക് പാക്ട് വിത്ത് സൗദി, അതായത് സൗദിയുമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള അവരുടെ ആ ഒരു സഹകരണം, അല്ലെങ്കിൽ ഒരു ട്രീറ്റി അല്ലെങ്കിൽ ഇടപാട്, കരാറ്. അപ്പൊ അത് യുമായിട്ട് പാകിസ്ഥാന് തീർച്ചയായിട്ടും രണ്ട് ക്യാമ്പിലും നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല. കാരണം സൗദി യും തമ്മിൽ ഇപ്പോൾ നമുക്കറിയാം റൈവൽറി തുടങ്ങിയിട്ടുണ്ട്. യമനിലെ ഒരു വിഷയം നമുക്കറിയാം, അങ്ങനെ ഡിസംബർ അവസാനം സൗദി യുടെ പ്രോക്സീസിനെ അവിടെ ബോംബിടുകയും യുടെ അവിടെ നിന്ന് വിട്ടു പോകാൻ ഒക്കെ അന്ത്യശാസനം നൽകുകയും അവിടെ നിന്ന് പിന്മാറി പോവുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും സൗദി റൈവൽറിക്ക് ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു ആരംഭം അവിടെ കുറിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പാകിസ്ഥാന് സൗദി ക്യാമ്പിനോട് കൂടുതൽ എന്താണ് പറയുന്നത്, ബയാസ് കാണിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്ത്യക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഇതുപോലുള്ള സൈനിക കരാറുകളിലോ അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള സഹകരണവും നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഏർപ്പെടാൻ സാധിക്കത്തില്ല. അതിന് പകരം നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് വ്യാപാര മേഖലയിലും ഇക്കണോമിക് സമ്പദ് വ്യവസ്ഥയുടെ മേഖലയിലൊക്കെ കൂടുതൽ സഹകരണങ്ങൾ ഉറപ്പുവരുത്തുകയും അങ്ങനെ സൗദി പോലുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് കൂടുതൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ രീതി അല്ലെങ്കിൽ ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ പോലുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഈവൻ സൗദി പോലുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഡിഫൻസ്, നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിൽ നിന്നുള്ള പ്രോഡക്ട്സ്, എന്താണ് പറയുന്നത്, ആംസ്, അഡ്വാൻസ്ഡ് ആംസ് അല്ല, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് വെപ്പൺസ് അല്ല, പലതരത്തിലുള്ള ക്ക് കൂടുതൽ താല്പര്യമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങിക്കാൻ സാധ്യതയുള്ള ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യമായിട്ട് മാറുവാൻ സാധ്യതയുണ്ട് നമുക്ക്. സൗദി ഒരു പക്ഷേ നമുക്കറിയാം ഒന്നുകൂടെ കോഷ്യസ് മീൻസ് അവർ അതിനകത്തിലേക്ക് അത്ര പെട്ടെന്ന് വരാനുള്ള സാധ്യതയില്ല.
പക്ഷേ ഇന്ത്യയും തമ്മിൽ കൂടുതൽ ബന്ധങ്ങൾ ഇന്ത്യക്ക് സൗദിയായിട്ടുള്ളതിനേക്കാൾ ഒരുപക്ഷെ ഒരു ഒന്നോ രണ്ടോ പടി മുന്നോട്ടായിരിക്കാം ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങൾ. അതിനെ കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തലത്തിലേക്ക് കൊണ്ടുപോയി രാജ്യങ്ങൾ തമ്മിൽ. ഇയാളുടെ അബുദാബി ക്രൗൺ പ്രിൻസ് ഇന്ത്യയിൽ വന്നപ്പോൾ വളരെ ചുരുക്കം ചില മണിക്കൂറുകളുടെ ഒരു മീറ്റിങ്ങിൽ ഇന്ത്യൻ ലീഡർഷിപ്പായിട്ട് നടത്തിയ ചർച്ചകളിൽ, കാരണം ഈ ഇന്ത്യയും തമ്മിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള സഹകരണത്തിന് വേണ്ടിയുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് MOU സൈൻ ചെയ്തില്ല, ലെറ്റർ ഓഫ് ഇന്റന്റ് എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ ഇരു കക്ഷികൾക്കും താല്പര്യമുണ്ട് എന്നുള്ളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഇനി അതിനെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കോ അതിനുശേഷം ചില ഒരു ട്രീറ്റിലേക്കൊക്കെ, അത് ഇന്ത്യ ഇസ്രായേലും തമ്മിൽ ഈ അടുത്ത സമയത്ത് അങ്ങനെ ഒരു ട്രീറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളെ ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇനി ഇന്ത്യ ഇസ്രായേൽ തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി എക്യുപ്മെന്റ്സും വെപ്പൺസും ഒക്കെ തന്നെ നിർമ്മിക്കും അല്ലെങ്കിൽ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ അങ്ങനെ സിമിലർ ആയിട്ടുള്ളൊരു ധാരണയ്ക്ക് മുന്നോടിയായിട്ടാണ് ഈ പറഞ്ഞ ലെറ്റർ ഓഫ് ഇൻട്രസ്റ്റ് ഇന്ത്യൻ ലെറ്റർ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഒരു താല്പര്യ പ്രകടിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജാണ് അത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യ കൂടുതൽ നമ്മളുടെ ഈ GCC രാജ്യങ്ങളുമായിട്ടുള്ള ഈ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഫലമായിട്ട് ഇന്ത്യ ഈ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുവാനുള്ള ഒരു എന്താണ് പറയുന്നത് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ശ്രമം നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000-ല് നമ്മൾ GCCയുമായിട്ട് ഫ്രീ ട്രേഡിന് വേണ്ടി ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാത്രമായിട്ട് അത് എന്താണ് പറയുന്നത് അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 2006-ലും 2008-ലുമാണ്. 2006-ലും 2008-ലും നമ്മൾ GCCയുമായിട്ട് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അന്ന് അവരുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 റൗണ്ട് നെഗോസിയേഷൻസ് ആണ്. മൂന്നാമത്തെ റൗണ്ട് അത് സംഭവിച്ചില്ല. കാരണം GCC അത് എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള ഇതുപോലുള്ള ഇക്കണോമിക് ഗ്രൂപ്പുമായിട്ടും എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള ഈ പറഞ്ഞ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് തൽക്കാലം അവർ നിർത്തിവെക്കുകയാണ്. അല്ലെങ്കിൽ അതിലേർപ്പെടാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളൊരു എന്താണ് പറയുന്നത് താല്പര്യം അല്ലെങ്കിൽ അവരുടെ തീരുമാനം അറിയിച്ചു. പിന്നെ ആ ഒരു പ്രോസസ്സ് അവിടെ കൊണ്ട് നിൽക്കുകയായിരുന്നു. നമുക്കറിയാം GCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു 6 നേഷൻ ഗ്രൂപ്പാണത്. ഗൾഫ് കോപ്പറേഷൻ കൗൺസിലാണ് അത്. അപ്പൊ അവരുടെ സൗദി അറേബ്യയാണ് അതിനകത്തിൽ ഏറ്റവും വലിയ രാജ്യവും പവർഫുൾ ആയിട്ടുള്ള രാജ്യവും. പിന്നെ UAE ആണ് രണ്ടാമത്തെ പവർഫുൾ ആയിട്ടുള്ള രാജ്യം, സാമ്പത്തികമായിട്ടും അല്ലാതെ പവർഫുൾ രാജ്യം എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ, ഈ 6 രാജ്യങ്ങൾ ആണ് GCCയിൽ വരുന്നത്. ഷെയ്ഖ് ദംസ് നമ്മൾ പറയും, ഷെയ്ഖുമാരുടെ ഭരണ പ്രദേശമായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ ഒരു ടേംസ് ഓഫ് റെഫറൻസ് നമ്മൾ അവരുമായിട്ട് ഇപ്പോൾ ധാരണയായിട്ടുണ്ട്. ഫ്രീ ട്രേഡിലേക്ക് വന്നിട്ടില്ല. കാരണം ഫ്രീ ട്രേഡ് ചർച്ചകൾ അല്ലെങ്കിൽ ഫ്രീ ട്രേഡിലേക്ക് അതിൻ്റെ സ്കോപ്പും മൊഡാലിറ്റീസും ഒക്കെ എന്ന് വെച്ചാൽ പ്രപ്പോസ്ഡ് ട്രേഡ് പാക്ട് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വ്യാപാര കരാർ അതിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം വ്യാപാര കരാർ, എങ്ങനെ ഉള്ളതായിരിക്കണം, ഏതൊക്കെ മേഖലകളാണ് ഉൾപ്പെടുത്തേണ്ടത്, എത്രയൊക്കെ ആയിരിക്കണം ഡ്യൂട്ടീസ് കുറയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഇല്ലാതാക്കേണ്ടത്, സീറോ ഡ്യൂട്ടീസ്, അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ സ്കോപ്പും മൊഡാലിറ്റീസും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ടേംസ് ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ TO ആണ്. അപ്പോൾ അതിൽ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് ഈ 2 രാജ്യങ്ങളും തമ്മിൽ. സൈനിങ് സെറമണിയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഈ വെസ്റ്റ് ഏഷ്യൻ ബ്ലോക്ക് എന്ന് പറഞ്ഞ GCC ഇപ്പോൾ നിലവിൽ $178.56 ബില്യൺ ട്രേഡ് ഉണ്ട് ഈ പറഞ്ഞ 6 രാജ്യങ്ങളുമായിട്ട്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും സൗദിയായിട്ടും UAE ആയിട്ടുമാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് അടുത്ത ഈ പറഞ്ഞ GCCയുമായിട്ട് നമുക്ക് ഈ വ്യാപാര കരാർ ഒപ്പുവെക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത്രയും രാജ്യങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ഇതിനകത്തിലെ വലിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് സൗദിയും UAEയും പിന്നെ ഒമാനുമാണ്. ബാക്കി ഖത്തറും ബഹ്റിനും കുവൈറ്റും ചെറിയ രാജ്യങ്ങളാണ്. നമുക്ക് അത്രയും അവരുമായിട്ട് ട്രേഡ് എന്ന് പറയുന്ന ഈ പറഞ്ഞ 3 രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ള വലിയ തോതിലുള്ള ട്രേഡൊന്നും നമുക്ക് ഈ പറഞ്ഞ
ചെറിയ രാജ്യങ്ങളുമായിട്ട് എന്തെങ്കിലും പറ്റത്തില്ല. എന്നാലും അവരൊരു ബ്ലോക്കായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് വലിയൊരു മാർക്കറ്റാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അത് ഒരു വലിയ മുന്നേറ്റമായിരിക്കും. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ ഒമാനുമായിട്ടുണ്ട്, UAE ആയിട്ടുണ്ട്, മറ്റു രാജ്യങ്ങളായിട്ടൊന്നും GCCയിലുള്ള മറ്റു രാജ്യങ്ങളായിട്ടൊന്നും നമുക്ക് ബയലാറ്ററൽ ഫ്രീ ട്രേഡ് ഒന്നും ഇല്ലതാണ്. അപ്പോൾ ഇത് 2006-ലും 2008-ലും ഇതിനു വേണ്ടിയുള്ള എന്താണ് ചർച്ചകൾ നടന്നിട്ടുണ്ട്, 2 റൗണ്ട്. പക്ഷേ മൂന്നാമത്തെ റൗണ്ട് അത് ക്യാൻസൽ ആയിപ്പോയി, അല്ലെങ്കിൽ അത് സംഭവിച്ചില്ല. കാരണം GCC അവർ പറയുന്നത് അവരുടെ ഈ പറഞ്ഞ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ മറ്റു രാജ്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ മറ്റ് ഇക്കണോമിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആസിയാൻ ആസിയാൻ പോലുള്ള ഗ്രൂപ്പ്, അതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആസിയാൻ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഇതുപോലുള്ള ഗ്രൂപ്പുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അവർ തൽക്കാലം നിർത്തിവെക്കുകയാണെന്ന് GCC അറിയിച്ചതോടുകൂടി മൂന്നാമത്തെ റൗണ്ട് ടോക്സ് അല്ലെങ്കിൽ ചർച്ചകൾ നടന്നില്ല എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എനർജിയാണ്. നമ്മുടെ എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. കാരണം അത് നമുക്ക് മിഡിൽ ഈസ്റ്റിനാണ് ഏറ്റവും നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റീജിയൻ ആയതുകൊണ്ട് നമുക്ക് മിഡിൽ ഈസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കാരണം കൊണ്ടും നമുക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ഫുഡ് സെക്യൂരിറ്റിയാണ്. കാരണം നമുക്കറിയാം അവിടെ ഈ കൃഷികൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ആഹാര സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മറിച്ചതും മറ്റുള്ള ആഹാര സാധനങ്ങളെല്ലാം തന്നെ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നതാണ്. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി അവരെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ എനർജി സെക്യൂരിറ്റി. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടുതൽ ഇരു രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ GCC രാജ്യങ്ങൾക്കും ഇന്ത്യക്കും ഈ പറഞ്ഞ രണ്ട് മേഖലകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് വളരെ ആഴത്തിലുള്ള അല്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള ഒരു സാമ്പത്തിക സഹകരണം ഉറപ്പുവരുത്തുക എന്നുള്ളത് രണ്ട് കൂട്ടരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ GCC ബ്ലോക്കും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ ഈ പറഞ്ഞ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് എത്തുക എന്നുള്ളത് അതൊരു ആ- ര- അത്യന്താപേക്ഷിതമായിട്ടുള്ള എന്നുവെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു ബ്ലോക്ക് ഓഫ് രാജ്യങ്ങളുടെ മാർക്കറ്റിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഫുഡ് ഗ്രെയിൻ അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ അഗ്രികൾച്ചറിലൊക്കെ വളരെ മുമ്പിൽ നിൽക്കുന്ന രാജ്യമായതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അവരുടെ ഫുഡ് സെക്യൂരിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പോൾ $179 ബില്യൺ ബയലാറ്ററൽ ട്രേഡ്, അതായത് ഇത്രയും ഈ 6 രാജ്യങ്ങളുമായിട്ട് നമുക്ക് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിനകത്തിൽ ഈ നമുക്കവിടുന്ന് ഈ ഇപ്പോൾ നിലവിലുള്ള ഡ്യൂട്ടീസിനെയൊക്കെ ഒഴിവാക്കുക, അതുപോലെ തന്നെ നോൺ ടാരിഫ് ബാരിയേഴ്സ് ഒക്കെ ഉണ്ടാകും. എന്നുവെച്ചാൽ ടാരിഫ് അല്ലാത്ത മറ്റേതെങ്കിലും കാരണത്താൽ നമ്മുടെ പ്രോഡക്ട്സിനൊക്കെ തന്നെ അവിടെ വിലക്കുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിലക്കുകളൊക്കെ എടുത്ത് മാറ്റുക എന്നുള്ളതും അതുപോലെ തന്നെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അവരുടെ എക്സ്പോർട്ടിൻ്റെ മേളിലുള്ള ഡ്യൂട്ടീസ് കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള നോൺ ടാരിഫ് ബാരിയേഴ്സ് ഒക്കെ തന്നെ എടുത്ത് മാറ്റുക എന്നുള്ളതായിരിക്കും പ്രധാനമായിട്ടും ഫ്രീ ട്രേഡിൽ ചർച്ച നടക്കുന്നതാണ്. അപ്പോൾ ഈ ഇന്ത്യയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മുസ്ലിം രാജ്യങ്ങൾ എന്നുള്ളത് അല്ല ഇവിടുത്തെ വിഷയം. നമുക്ക് രാജ്യത്തിൻ്റെ താല്പര്യം, നമുക്ക് തന്ത്രപരമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യങ്ങളെ നമുക്ക് നേടിയെടുക്കുക. അപ്പം അവർക്ക് തരാൻ സാധിക്കുന്ന എനർജിയാണ്, ഓയിലും ഗ്യാസുമാണ്. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഫോഴ്സിനെ നമുക്ക് അവിടെ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അത്രയും അല്ലേ ഇവിടുന്ന് ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട്, ഫോറിൻ റെമിറ്റൻസും ഒക്കെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇന്ത്യ UAE-യുമായിട്ടും ഒമാനുമായിട്ടും ഈ പറഞ്ഞ വ്യാപാര കരാറിൽ ഓൾറെഡി ഏർപ്പെട്ടിട്ടുണ്ട്, ഉഭയകക്ഷി ബന്ധങ്ങളിൽ കൂടി. അത് നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യ UAE-യും തമ്മിലുള്ള ഒരു CEPA എന്ന് പറഞ്ഞ കരാറാണ്, അതായത് കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ആണ്. അത് 2022 മെയ് 1 നിലവിൽ വന്നത്. അതിൽ ഒമാനുമായിട്ട് നമ്മൾ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ 2020 ഡിസംബർ 18 ഈ CEPA സെയിം തന്നെ, അതായത് കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്. അത് പല പേരിലാണ് അറിയുന്നത്. ചിലയിടത്ത് നമ്മൾ FTA എന്ന് പറയും, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയും. ചിലർക്ക് ഇതുപോലുള്ള പിന്നെ ടെർമിനോളജി ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് ഇരു രാജ്യങ്ങളും തമ്മിൽ എന്താണ് തീരുമാനിക്കുന്നത് അങ്ങനെ ആയിരിക്കും. അപ്പം ഇവിടെ CEPA എന്നുള്ള ഒരു ടെർമിനോളജിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഈ പറഞ്ഞ GCC-യിലെ ഇതുപോലുള്ളൊരു ഫ്രീ ട്രേഡ് നമുക്ക്
ഒപ്പിടുവാൻ അല്ലെങ്കിൽ ധാരണയിലെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വാസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ മാർക്കറ്റിൽ നമുക്ക് ഫുട്ബോളിൽ കിട്ടും. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി കമ്പനീസ് സ്പേസ് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ വർക്ക്. കാരണം നമുക്കറിയാം ഗൾഫിൽ ഏറ്റവും കൂടുതൽ അല്ലേ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ളത് കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ മേഖലയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്കൊക്കെ തന്നെ ഒരു ഹ്യൂജ് ഓപ്പണിംഗ് ആയിരിക്കും. അതുപോലെ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി ഈ സൗദിയുമായിട്ടും UAE-യുമായിട്ടും ഈ പറഞ്ഞ മറ്റ് 4 രാജ്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ടുള്ള എക്കണോമിക് റിലേഷൻസ് എനർജി സെക്ടറിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പെട്രോൾ കെമിക്കൽ ഇൻഡസ്ട്രി ഒക്കെ അതൊരു വലിയൊരു എന്താണ് പറയുന്നത് വഴിത്തിരിവായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള കണക്കുകൂട്ടുന്നത്. അപ്പോൾ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എന്നല്ല വളരെ ചുരുക്കം കാലം കൊണ്ട് ഏകദേശം 9ഓളം ട്രേഡ് പിന്നെ വ്യാപാര കരാറുകൾ നമ്മൾ ഒപ്പിട്ടുണ്ടായിരുന്നു, ഏകദേശം 38 ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസുമായിട്ട്, വികസിത രാജ്യങ്ങളുമായിട്ട്. അപ്പം അതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ 2030-35 ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ടോട്ടൽ എക്സ്പോർട്ട് 1 ട്രില്യൺ ആക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അതൊക്കെ. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കത്തില്ല. എങ്ങനെ ആയിരിക്കും പിന്നെ ഫ്രീ ട്രേഡ് ഒരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഫ്രീ ട്രേഡിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം അത് ഉണ്ടാക്കുന്ന റിസൾട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. പക്ഷേ ഇത് നമുക്ക് അത്ര വലിയ ഭീഷണി ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എന്നുള്ളത്. ഇപ്പം നമ്മൾ ചൈന, അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഭീഷണി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇവരൊക്കെ തന്നെ വമ്പൻ ടീമുകളായതുകൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ നെഗോസിയേഷനിലും അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ തന്നെ ഹാർഡായിട്ടുള്ള ഇപ്പം തന്നെ പറയാം, അമേരിക്കയുടെ ട്രംപ് ഒക്കെ തന്നെ നമ്മളുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഹാർഡായിട്ടുള്ള ബാർഗൈനിൽ ഏർപ്പെട്ടാണ് ഇത്രയൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന നോർമലായിട്ടുള്ള ടാരിഫിനേക്കാളൊക്കെ ഒത്തിരി കൂടുതലാണ്, ഇപ്പോൾ 18% മേഖല. അപ്പം ഇന്ത്യക്ക് ഇങ്ങനെയുള്ള പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പല മേഖലകളും നമുക്ക് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കേണ്ടി വരും. അതുപോലെ ചൈനയായിട്ട് നമുക്കറിയാം, ഇപ്പം ഫ്രീ ട്രേഡ് ഒന്നും ചൈനയായിട്ട് നമുക്ക് ഒട്ടുമേ നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. അല്ലാതെ തന്നെ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ മൊത്തം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ഡംപ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ വലിയ രാജ്യങ്ങളുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അത് പറ്റത്തില്ല. കാരണം മാനുഫാക്ചറിങ്ങിലും മറ്റെല്ലാ മേഖലയിലും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ചൈന, അമേരിക്ക ഉള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഏർപ്പെടുന്ന അത്രയും ഭീഷണികൾ അല്ലെങ്കിൽ ചലഞ്ചസ് ഒന്നും ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണത്. കാരണം പ്രത്യേകിച്ച് നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവരുമായിട്ട് ഫ്രീ ട്രേഡിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എനർജി സെക്ടറിലും അല്ലെങ്കിൽ അതുപോലുള്ള മേഖലകളിലൊക്കെ തന്നെ നമുക്ക് കൂടുതൽ അവരുമായിട്ടുള്ള സഹകരണം ഉറപ്പുവരുത്താൻ സാധിക്കും. അങ്ങനെ നമ്മുടെ എനർജി സെക്യൂരിറ്റി നമുക്ക് കൂടുതൽ ഒരു എന്താണ് പറയുന്നത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത്. കാരണം ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ധാരണയായി കഴിഞ്ഞാൽ അതൊരു ഇരു രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓബ്ലിഗേഷൻ ഉണ്ട്. അപ്പോൾ ട്രേഡ് പാക്ട് കരാറാണ്. കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് അതിന് പിന്നെ ഒരു സാധുതയുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇരു ഭാഗങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അക്കൗണ്ടബിലിറ്റി ഓബ്ലിഗേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് കരാറുള്ളത് എപ്പോഴും നല്ലതാണ്. അതിനകത്ത് കരാർ ലംഘനം സാധ്യമല്ല. കരാർ ലംഘിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ആയിട്ടുള്ള എന്താണ് പറയുന്നത് അഡ്രസ്സ് ചെയ്യാനുള്ള മെക്കാനിസവും അല്ലെങ്കിൽ അതിനുള്ള സിസ്റ്റം ഒക്കെ ഉണ്ടായിരിക്കും. അത് പൊതുവെ ബൈലാറ്ററൽ റിലേഷൻസിൽ അങ്ങനെ കാണാൻ സാധ്യതയില്ല. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് GCCയുമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് വളരെയധികം നമുക്ക് പിന്നെ ഗുണം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇന്ത്യ പ്രധാനമായിട്ടും അവിടുന്ന് ഓയിലും ഗ്യാസും ഒക്കെ ആയിരിക്കും ഇങ്ങോട്ട് നമുക്ക് ലഭിക്കുന്നത്. പകരം നമുക്ക് അങ്ങോട്ട് പേൾസ്, അതുപോലെ സെമി പ്രഷ്യസ് സ്റ്റോൺസ്, മെറ്റൽസ്, ഇമിറ്റേഷൻ ജ്വല്ലറി, ഇലക്ട്രിക്കൽ മെഷീനറി, അയൺ സ്റ്റീല്, കെമിക്കൽസ്, അഗ്രികൾച്ചർ, ഫ്രൂട്ട്സ്, ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ടോപ്പ് എക്സ്പോർട്സ് GCCയിലേക്ക്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി ഫ്രീ ട്രേഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ മേഖലകളെ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് നമുക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും. കാരണം വലിയ രാജ്യമാണ്, നമ്മുടെ മാനുഫാക്ചറിങ് ബേസ് അവരെക്കാളിലൊക്കെ വലുതായതുകൊണ്ട് ഇന്ത്യക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കാൻ സാധിക്കും. പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഓയിലും നാച്ചുറൽ ഗ്യാസും അല്ലെങ്കിൽ പിന്നെ
എന്തിനാ പറയുന്നത്, ഇപ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നു. ചില വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് കയറ്റി അയക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഒരു ബെനഫിഷ്യൽ ആയിട്ടുള്ള മൂവ് ആയിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞൊരു GCCയുമായിട്ടുള്ള, കാരണം നമുക്ക് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റീജിയനാണ് എല്ലാ രീതിയിലും. പിന്നെ സ്ട്രാറ്റജിക് ആയിട്ടായാലും ഇക്കണോമിക് ആയിട്ടായാലും എല്ലാ രീതിയിലും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റീജിയനാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം GCC മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഇപ്പം ഈജിപ്റ്റ് ഒക്കെ വലിയ രാജ്യമാണ് മിഡിൽ ഈസ്റ്റിലെ. ഈ ഈജിപ്റ്റ് ഉണ്ട്, ഈവൻ നമ്മൾ എന്താണ് പറയുന്നത്, ഇറാഖുണ്ട്, ഇറാനുണ്ട്. ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ നമുക്ക് കൂടുതൽ, ഇറാന്റെ മുകളിൽ ഇപ്പം സാങ്ഷൻസും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു രീതിയിലുള്ള സ്കോപ്പും ഇല്ല. ഒരു പക്ഷേ ഭാവിയിൽ ഇറാന്റെ മുകളിലുള്ള സാങ്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വൻതോതിലുള്ള എന്താണ് സാമ്പത്തിക സഹകരണം ഉറപ്പുവരുത്താനുള്ള സ്കോപ്പ് തുറന്നു കിട്ടും. ചബഹാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമുക്ക് തീർച്ചയായിട്ടും ഇറാനുമായിട്ട് കൂടുതൽ ആഴത്തിലുള്ള സഹകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ GCC മാത്രമല്ല, ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങളിലോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള സഹകരണം ഉറപ്പുവരുത്താൻ ഇതുപോലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ കൂടെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വ്യാപാരത്തിനത് കൂടുതൽ എന്താ മെച്ചപ്പെട്ട നമുക്ക് നമ്മുടെ എക്സ്പോർട്ടിനെ നമുക്ക് കൂടുതൽ എന്താ പറയുന്നത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുവഴി നമ്മുടെ ടാർഗറ്റ് എന്നുള്ളൊരു $1 ട്രില്യൺ എക്സ്പോർട്ട് 2030 അല്ലെങ്കിൽ 2035 ഒക്കെ നമ്മൾ നേടിയെടുക്കുക എന്നുള്ള ഇപ്പോഴൊരു ലക്ഷ്യമായിട്ട് നമ്മൾ മുമ്പ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നമുക്ക് തീർച്ചയായിട്ടും നമുക്കും വില കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ മാർക്കറ്റുകളും ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നത്തിന് വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കേണ്ടി വരും. അത് പ്രത്യേകിച്ച് പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ, അമേരിക്ക, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഉള്ള വ്യാപാര കരാറുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. ഇപ്പം ഈ ചൈനയുടെ നേതൃത്വത്തിലുള്ള റീജിയണൽ ഒരു ട്രേഡ് പാക്ട് ഉണ്ടായിരുന്നു. അതിനകത്തൊന്നും ഇന്ത്യ പങ്കെടുത്തിട്ടില്ല. കാരണം അത് ഇന്ത്യക്ക് വലിയ ദോഷം ചെയ്യും. കാരണം ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഓൾറെഡി ഇവിടെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറമെ നമ്മളൊരു വ്യാപാര കരാറോടെ നമ്മൾ ചൈനയായിട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ ചെറുകിട സൂക്ഷ്മ മേഖലകളിൽ ഒക്കെ ഇപ്പോൾ നിലവിലുള്ള ബിസിനസ്സുകളെല്ലാം താർന്നടിയാൻ അത് കാരണമാകും. അല്ലാതെ തന്നെ ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ പിന്നെ ഇമ്പോർട്ട് കൊണ്ട്, എന്ന് വെച്ചാൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽക്കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചൈന ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ വളരെ ആനയാടും നമ്മളുടെ അന്തരം പോലാണ്, ഇല്ലേ? കാരണം ചൈനയ്ക്ക് ഭയങ്കര ട്രേഡ് സർപ്ലസ് ആണ് ഇന്ത്യ ആയിട്ടുള്ളത്. നമ്മളത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പം അത്രയ്ക്ക് വൻതോതിലുള്ള എക്സ്പോർട്ടാണ് ചൈന ഇന്ത്യയിലേക്ക് നടത്തുന്നത്. ഇന്ത്യക്ക് തിരിച്ച് അത്രയും അതിൻ്റെ പകുതി പോലും നമുക്ക് ചൈനീസ് മാർക്കറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ അല്ലെങ്കിൽ ചൈനീസ് മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അത് കഴിയാത്തതിൻ്റെ കാരണം നമ്മളെ ചൈനയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ബേസ് വളരെ ചെറുതാണ്. വളരെ എന്താണ് അത്, അത്രയ്ക്ക് ചൈന ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള ഉൽപ്പാദനം ഇന്ത്യയിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയ്ക്ക് പ്രത്യേകിച്ച് ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇല്ല, നമുക്ക് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് ഇതെല്ലാം ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഒട്ടുമിക്ക A to Z ഐറ്റംസ് എല്ലാം ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് അവർക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് ഈ കോമൺ ആയിട്ടുള്ള സർവ്വസാധാരണമായിട്ടുള്ള ഐറ്റംസ് ഒന്നും അങ്ങോട്ട് അവർക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ക്രിട്ടിക്കലായിട്ടുള്ള ചില ഏരിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്കതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ത്യ ചൈന ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പ്രതികൂലമായിട്ടുള്ള അവസ്ഥയാണ്. അത് അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള രാജ്യമായിട്ട് ട്രേഡിൽ നമുക്ക് വളരെ ടഫായിട്ടുള്ള നെഗോസിയേഷനും ബാർഗൈനും ഒക്കെ ഉണ്ടാകും. ഇപ്പം തന്നെ നമ്മൾ കണ്ടതാണ് ഈ ട്രേഡ് ഡീലിൻ്റെ റിസൾട്ട്. കാരണം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ട്രംപ് പറഞ്ഞത് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 0 ഡ്യൂട്ടി ചാർജ് ചെയ്യും, അതുപോലെ തന്നെ അമേരിക്ക 18% നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ടാരിഫ് ഏർപ്പെടുത്തും പുതിയ ഈ ധാരണ പ്രകാരം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് എത്രത്തോളം പ്രതികൂലമാണെന്നുള്ളൊരു പ്രതികൂലമാണ് എന്ന് മാത്രമേ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുള്ളൂ. ഇത് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങളൊന്നും ഡേറ്റയിലെ ഇൻഫർമേഷൻ നമുക്കിതുവരെ കൃത്യമായി ലഭിച്ചിട്ടില്ല. ഇത് വളരെ ഈ രണ്ട് നേതാക്കളും ഇങ്ങനെ
ഒരു പ്രാഥമികമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് അവർ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീലിനെ കുറിച്ച് അറിയത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറഞ്ഞ ഈ GCC ആയിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് ടോക്സ് നടക്കാൻ പോവുകയാണ്. അപ്പം അതിന് മുന്നോടിയായിട്ടുള്ള ടേംസ് ഓഫ് റെഫറൻസിലാണ് നമ്മൾ ഇപ്പോൾ അത് പരസ്പരം ഒരു ധാരണയായിരിക്കുന്നത്. അപ്പോൾ അതിനകത്തിലാണ് ഇനിയും ഫ്രീ ട്രേഡ് നമ്മൾ നെഗോസിയേഷൻസ് അല്ലെങ്കിൽ ഒരു ചർച്ച, ഏതൊക്കെ അതിൻ്റെ സ്കോപ്പ് എന്താണ്, ഏതൊക്കെ ഏരിയാസാണ് കവർ ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും, അതിൻ്റെ മൊഡാലിറ്റീസ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ഉള്ളത്. പ്രൊപ്പോസ് ട്രേഡ് പാക്റ്റാണ്, പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ, അത് ഫൈനലൈസ് ആയിട്ടില്ല. അപ്പോൾ ഫൈനലൈസ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അല്പം കൂടെ മെച്ചപ്പെട്ട വ്യാപാര ബന്ധങ്ങൾ അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ